എല്ലാ ആഴ്ചയിലും ഒരു റിട്ടൺ ടെസ്റ്റ് കോമ്പറ്റീഷൻ നടത്തുന്ന രീതിയുണ്ട്. അപ്പം അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന റിട്ടൺ ടെസ്റ്റ് കോമ്പറ്റീഷനിൽ ഹീറോ ഓഫ് ദി വീക്ക് എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പം ഹീറോ ഓഫ് ദി വീക്കായ ടീമാണ് എൻ്റെ ബാഗിൽ നിൽക്കുന്നത്. ആഗ്രയാണ് അതിൻ്റെ ലീഡർ. ഇതെല്ലാം അതിൻ്റെ ടീം പ്ലേയേഴ്സാണ്. ടോട്ടൽ മാർക്ക് ഏറ്റവും അധികം മാർക്ക് വാങ്ങിച്ച് 1687 പോയിന്റ് വാങ്ങിച്ചാണ് ബാക്കിയുള്ള ടീമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തം 7 ടീമാണ് മത്സരിച്ചത്. അതിൽ ഈ നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് പാസ്സായിരിക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരുടെയും കോമ്പറ്റീഷൻ ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ച് ഈ മാർക്ക് തീർച്ചയായും പോകുന്നത് ജോലിയോട്ട് തന്നെ. ഇവിടെ നല്ല മാർക്ക് മേടിക്കുകയും കോമ്പറ്റീഷൻ വഴി നല്ലപോലെ പഠിക്കാനും നല്ല രീതിയിൽ ടെസ്റ്റ് എഴുതാനും ഉള്ളൊരു രീതി അവരിൽ ഉണർന്നു വരികയും അങ്ങനെ ആദ്യത്തെ ചാൻസ് തന്നെ ജയിക്കാനും ആദ്യത്തെ ചാൻസ് തന്നെ ജോലിയിലെത്താനും പറ്റും. ക്യാഷ് പ്രൈസ് ആണ് നമ്മൾ ടീമിന് കൊടുക്കുകയാണ്. അടുത്ത ആഴ്ചയും ഞങ്ങൾ തന്നെ വാങ്ങിക്കും ഫസ്റ്റ് പ്രൈസ് എന്നാണ് ഈ ടീം പറയുന്നത്. നോക്കാം ആരായിരിക്കും അടുത്ത പ്രാവശ്യം വാങ്ങിക്കുന്നുള്ളത്. അടുത്ത ആഴ്ച കാണാം. ടെസ്റ്റ് എഴുതി നമ്മുടെ ടീമാണ് ഇരിക്കുന്നത്. ഈ കുട്ടികളിൽ നിന്നാണ് 6 പേര് ഒരു ടീമായിട്ടൊന്ന് മത്സരിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചു. അപ്പം എല്ലാവരും നമുക്ക് പറയാനുള്ളത് അടുത്ത ടെസ്റ്റിന് ഒരു മാർക്ക് പോലും വിട്ടുകൊടുക്കാതെ എല്ലാവരും നല്ലവർക്ക് പഠിച്ച് എന്നെ പിന്നീട് ഹീറോ ഓഫ് ദി വീക്ക് അടുത്ത ആഴ്ച വേറെ ടീമായിരുന്നു. എത്ര പേരുണ്ട് നല്ലൊരു പഠിച്ച് മാർക്ക് പഠിക്കുന്നു? കഴിക്കുന്ന എത്ര ഉണ്ട്? നല്ലൊരു പഠിച്ച് മാർക്ക് പഠിക്കുന്ന എത്ര ഉണ്ട്? ധൈര്യമുള്ള നോക്കട്ടെ. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. നല്ല കാര്യമാണ്. കോമ്പറ്റീഷൻ വേണം. എന്നെങ്കിലും നമുക്ക് പഠിച്ച് നല്ല മാർക്ക് പഠിക്കുന്നത്. മാർക്ക് വാങ്ങിക്കാൻ എന്നുള്ള ഉദ്ദേശം പഠിക്കേണ്ട ഒരു പ്ലസ് വരെ പഠിച്ചതാ അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിച്ചോ. നമുക്ക് ആവശ്യം എന്താണ്? ജോലി വരെ എത്രയും മെറിറ്റിൽ നല്ല മാർക്ക് വാങ്ങി. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കോമ്പറ്റീഷൻ വെച്ചിരിക്കുന്നത്. എല്ലാ കുട്ടികളും നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, കോമ്പറ്റീഷൻ കൊടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ നല്ലൊരു കോമ്പറ്റീഷൻ എനിക്ക് അടുത്ത പ്രാവശ്യം നടക്കാൻ പോകും. അടുത്ത ആഴ്ച നടക്കാം. 7 ടെസ്റ്റാണ് നമ്മൾ ഒരു കോമ്പറ്റീഷൻ ചേർത്തും. 7 ടെസ്റ്റ്. ആ 7 ടെസ്റ്റിൽ നിന്നും ആണ് നമ്മൾ ഇപ്പം ഈ ഹീറോ ഓഫ് ദി വീക്കിനെ തിരഞ്ഞെടുക്കുക. അപ്പം ജയിച്ച ടീമിനും തോൽവി ഒന്നിൻ്റെയും ഒരു പര്യവസാനമല്ല, ജയത്തിന്റെ മുന്നോടിയാണ് തോൽവി എന്ന് പറയുന്നത്. അപ്പോൾ തോൽവിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നല്ല മാർക്ക് വാങ്ങിച്ച് അടുത്ത ടീം മുന്നോട്ട് വരും. അടുത്ത ടീമിനോട് വെയിറ്റ് ചെയ്യാം. ജയ് ഹിന്ദ്.